ഇത് ജനങ്ങൾ കാണേണ്ട സിനിമയാണ്. ഇത് ജനങ്ങൾ കണ്ടില്ലെങ്കിൽ ജനങ്ങൾക്കാണ് നഷ്ടം. അത്ര പോലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ ധൈര്യത്തിൽ ഞാൻ ചോദിച്ചു, സാർ നമ്മളെപ്പോലത്തെ ചെറിയ സിനിമ പ്രേമികൾക്ക് ഉണ്ടാക്കിയ പ്രോഡക്റ്റൊക്കെ ഈ നാട്ടിൽ വലിയ ചാലഞ്ചാണ്, വെല്ലുവിളികളാണ് അത് സ്ക്രീനിലെത്തിക്കാൻ വേണ്ടിയിട്ട്. സാറിന് നമ്മൾ സഹായിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു, ലാൽ ജോസ് പ്രസൻസ് കോലാഹലം. അദ്ദേഹം അധികം വർത്താനം പറയുന്നത് സിനിമ ക്യാമറ മുന്നിൽ വളരെ വർത്തനം, പക്ഷേ പേഴ്സണലായി കുറച്ച് ഒരു ഇൻട്രോവേർട്ട് ടൈപ്പാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവും വിജ്ഞാനത്തിൻ്റെ ഒക്കെ സഹകാരം കൊണ്ടായിരിക്കാം. ഒരു ഫ്രൈഡേ ഞാൻ അവിടുന്ന് ഫ്ലൈ ചെയ്യുന്നു, ഇവിടെ വരുന്നു, ടാക്സി എടുത്തിട്ട് ഞാൻ ഒറ്റപ്പാലം പട്ടാമ്പി ആ ഏരിയയിലാണ് എൻ്റെ ഷൂട്ടൊക്കെ നടന്നത്. രാവിലെ 3 മണിക്ക് എത്തുന്നു, ഒരു 7 മണി ഷൂട്ട് തുടങ്ങുന്നു. ഒരു 1.5 ദിവസം ഷൂട്ട് ചെയ്ത് 4th ഡേ ഞാൻ തിരിച്ച് ഓഫീസിലൊന്നും അറിയാത്ത പോലെ പോയി വർക്ക് ചെയ്യുന്നു. അതാണ് എൻ്റെ അങ്ങനെ 5 ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തത്. ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലൊക്കെ 4 അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് സ്ക്രിപ്റ്റ്, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് എന്നൊക്കെ സിനിമാറ്റോഗ്രാഫി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ടീമിന് കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എനിക്ക് നിറവേറ്റുന്നത് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ഇമോഷണൽ ആവുന്നില്ല അപ്പോൾ, സോറി. അതെ. വിനയ് ഫോർട്ട് വിളിച്ചിട്ട് 1 മണിക്കൂർ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ ഘടകങ്ങൾ വളരെ കൃത്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയെ പറ്റി ഭയങ്കരമായിട്ട് സിദ്ധിയിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ആ സമയത്ത് 800 പേര് ഉള്ള ഒരു പ്രീമിയർ ഷോ ആയിരുന്നു. അതിനകത്ത് 800 പേരും എനിക്ക് സ്റ്റാൻഡിങ് ഓവേഷനിൽ നിന്ന് കൈയടിച്ചു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ്. കോലാഹലം എന്ന ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊഡ്യൂസറും നായകനുമായ സന്തോഷ് പുത്തനാണെന്ന് സിനിമാ പ്രാന്തലിൻ്റെ കൂടെ ഉള്ളത്. സന്തോഷേട്ടാ, വെൽക്കം ടു സിനിമാ പ്രാന്തൻ. താങ്ക് യു. ഇപ്പോൾ മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടറാണ് ലാൽ ജോസ് സാറ്. ലാൽ ജോസ് സാറ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിനിമ കോലാഹലം, അതിപ്പം റിലീസിന് റെഡി ആയിട്ടിരിക്കുകയാണ്. സോ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മോട്ടീവും ആൻഡ് ഇതിൽ ലീഡ് ക്യാരക്ടർ, ഇപ്പം അഭിനയത്തിനോടും സിനിമയോടും ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ് ചേട്ടൻ. അപ്പോൾ സോ ഈ കോലാഹലം എന്ന സിനിമ ചേട്ടനിലേക്ക് എത്തിയതാണോ, എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? താങ്ക് യു ജ്യോതിഷ. താങ്ക് യു സിനിമാ പ്രാന്തൻ ആസ് വെൽ. ഇതിൻ്റെ ഒരു രസകരമായ ഒരു ചരിത്രം ഇതിനുണ്ട്. അതായത് എനിക്ക് സിനിമ അഭിനയിക്കുക എന്നുള്ളൊരു ആഗ്രഹം കുറേ വർഷങ്ങളായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ സാഹചര്യം അതിനനുവദിച്ചിട്ടില്ല വർഷങ്ങളോളം. ഞാൻ ഓസ്ട്രേലിയയിലായിട്ട് തന്നെ ഇപ്പം കുറേ വർഷങ്ങളായി. അപ്പോൾ അവിടെ അങ്ങനെ ജീവിച്ചു, ജോലി ചെയ്ത് വന്നു. ഇപ്പം കുറച്ച് സമയം കിട്ടിയ സമയത്ത് ഈ പണ്ടത്തെ ചില പാഷനൊക്കെ ഒന്ന് തട്ടി മുട്ടിയെടുക്കുക എന്നുള്ള ഒരു ഐഡിയയിൽ വെച്ചിട്ട് ഞാൻ 1-2 ഷോർട്ട് ഫിലിം ചെയ്തു. ആ 1-2 ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ ആദ്യത്തെ ഷോർട്ട് ഫിലിം 14 അവാർഡ് കിട്ടി. അപ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് തന്നെ കുറച്ച് അഭിമാനം തോന്നി. എനിക്ക് തന്നെ മോശമില്ല, എന്നാൽ കുറച്ചുകൂടി എടുക്കുക എന്നുള്ളത്. അത് എൻ്റെ വിജയം കൊണ്ടൊന്നല്ല, അത് നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. അതിനകത്ത് ഞാൻ തന്നെയാണ് നായകനായിട്ട് അഭിനയിച്ചത്. ജ്യോതിഷം ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സിനിമയിലും ഞാൻ തന്നെ നായകൻ. കാരണം വേറൊരു സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ വേറൊരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി പോയിട്ടില്ല. ഞാൻ എൻ്റെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു, അവിടെ തന്നെയായിരുന്നു. ഇതുവരെ ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു റോള് കിട്ടാൻ വേണ്ടി പോയില്ല. പക്ഷേങ്കിൽ ഞാൻ ഈ ഷോർട്ട് ഫിലിം എടുക്കാൻ കാരണം എനിക്ക് അഭിനയം ചെയ്യാൻ പറ്റും. കുറച്ച് സ്റ്റേജ് ഷോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേജുകളിൽ ഡ്രാമകളൊക്കെ നടത്താറുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിലെ ഒരു 10-15 വർഷമായിട്ടുള്ള സ്ഥിരമായിട്ട് മാവേലിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അഭിനയം എന്ന് പറയുന്നത് എനിക്കൊരു ആഗ്രഹമുള്ള സാധനമായിരുന്നു. എത്രത്തോളം അഭിനയിക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഈ കാടച്ചാത്തൻ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തപ്പോൾ അതിൻ്റെ ഡയറക്ടർ റഷീദാണ്. ആ റഷീദ് പറമ്പിൽ തന്നെയാണ് അതിനുശേഷമുള്ള എല്ലാ ഷോർട്ട് ഫിലിം ചെയ്തതും ഈ കോലാഹലം ഡയറക്ടറും ചെയ്തത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം തന്ന മോട്ടിവേഷൻ, അദ്ദേഹം തന്ന പാഠങ്ങൾ, അദ്ദേഹം തന്ന എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര വിലപ്പെട്ടായി തോന്നി. കാരണം ഞാനൊരു അഭിനേതാവല്ലാതെ ആ ഒരു കടച്ചാത്തൽ ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു മൈൻഡ് സെറ്റോട്ടാണ് ഞാൻ അഭിനയിക്കാൻ പോയത്. അപ്പോൾ അതൊന്നല്ല ക്യാരക്ടർ, ഇങ്ങനെയാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ആ കംപ്ലീറ്റ് മാറ്റി 180 ഡിഗ്രി മാറ്റിയിട്ട് വേറൊരു ക്യാരക്ടറാക്കിയിട്ട് 14 മണിക്കൂർ കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തിട്ട് 14 അവാർഡും കിട്ടി. അപ്പോൾ അത് വലിയൊരു കാര്യമായി തോന്നി. അങ്ങനെയാണ് ഞാൻ ഷോർട്ട് ഫിലിം ഫീൽഡിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ഒരു 2-3-4 ഷോർട്ട് ഫിലിം ചെയ്തു. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമാണ് ഇല്ലിത്തള്ള. ഇല്ലിത്തള്ള ഇപ്പോഴും ദ മോസ്റ്റ് ട്രെൻഡിങ് ഷോർട്ട് ഫിലിം ഇൻ കേരള അടിച്ചു കഴിഞ്ഞാൽ, ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ വൺ ഓഫ് ദ 10 ഷോർട്ട് ഫിലിംസ്. അത്രയും പിന്നെ ഇപ്പോഴും വളരെ ക്യാച്ച് ആയിട്ടുള്ള ഷോർട്ട് ഫിലിമായി നിൽക്കുന്നുണ്ട്. അത് ക്യൂ ചാനലാണ് അത് റിലീസ് ചെയ്തത്. ക്യൂ ചാനലിൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണ്. ക്യൂ ചാനലിൽ സാധാരണ യൂഷ്വലി ഇൻ്റർവ്യൂസൊക്കെയാണ് അവരുടെ ചാനൽ. പക്ഷേ ഈ ഫിലിം അവർക്ക് ഇഷ്ടമായിട്ട് അവർ ഫസ്റ്റ് ടൈം ഇൻ ക്യൂ ചാനൽ നമ്മുടെ ഇല്ലിത്തള്ളയായിരുന്നു റിലീസ് ചെയ്തത്. അങ്ങനെ കുറേ നേട്ടങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഈ ടീമിൻ്റെ ഗുണം അല്ലെ അവരുടെ ഡെഡിക്കേഷൻ, പാഷൻ കൊണ്ട് മാത്രമാണ്. അതിനകത്ത് എൻ്റെ കഴിവെന്ന് പറയുന്നത് കാര്യമായൊരു ഇതില്ല. ഞാൻ അവിടെ നിന്ന് വരുന്നു, എനിക്ക് പാഷൻ കൊണ്ട് ഞാൻ ഒരു ഫ്രൈഡേ ഞാൻ അവിടുന്ന് ഫ്ലൈ ചെയ്യുന്നു, ഇവിടെ വരുന്നു, ടാക്സി എടുത്തിട്ട് ഞാൻ ഒറ്റപ്പാലം പട്ടാമ്പി ആ ഏരിയയിലാണ് എൻ്റെ ഷൂട്ടൊക്കെ നടന്നത്. രാത്രി 3 മണിക്ക് അവിടെ എത്തുന്നു, രാവിലെ 3 മണിക്ക് അവിടെ എത്തുന്നു. ഒരു 7 മണി ഷൂട്ട് തുടങ്ങുന്നു. ഒരു 1.5 ദിവസം ഷൂട്ട് ചെയ്ത് 4th ഡേ ഞാൻ തിരിച്ച് ഓഫീസിലൊന്നും അറിയാത്ത പോലെ പോയി വർക്ക് ചെയ്യുന്നു. അതാണ് എൻ്റെ അങ്ങനെ 5 ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തത്. അപ്പോൾ കാരണം ഞാൻ വർക്ക് ചെയ്ത ടൊയോട്ട എന്ന കമ്പനിയിലാണ്. ഞാൻ ചീഫ് ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ടൊയോട്ടയിൽ. കുറേ വർഷമായിട്ട് ടൊയോട്ട തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കംഫർട്ട് സോൺ, അതിൻ്റെ ആ ഒരു ഫെസിലിറ്റി എനിക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട്.
അങ്ങനെയാണ് ഷോർട്ട് ഫിലിം. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ ഇല്ലിത്തള്ളൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ചെറിയൊരു മിസ്സിംഗ് കളി എന്ന് പറയുന്ന സിനിമ ചെയ്യാനൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു സ്ക്രിപ്റ്റ് വരുന്നത്. ഈ ഒരു സ്ക്രിപ്റ്റ് വന്നത് വിശാൽ വിശ്വനാഥൻ. വിശാൽ വിശ്വനാഥൻ്റെ കൂടെ ഇതിനു മുന്നേ വേറെ ഷോർട്ട് ഫിലിമുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്ന ഒരു സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റും ഇല്ല, ജസ്റ്റ് 1 ലൈൻ. ഭയങ്കര രസകരമായി തോന്നിയ ഒരു 1 ലൈൻ. അതായത് ഒരു മരണ വീട്ടിൽ നടക്കുന്ന കോമഡി. അത് വളരെ രസകരമായി തോന്നി. പിന്നെ അതിന് ശേഷം 1-2 സാധനങ്ങൾ പുള്ളിക്കാരൻ ചേർത്തു. അതും കൂടി ആകുമ്പം അതിൻ്റെ വോള്യൂം അല്ലെങ്കിൽ വ്യാപ്തി വർദ്ധിച്ചു. പിന്നെ അത് നല്ല സബ്ജക്റ്റ് ആണല്ലോ, നല്ല. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം വേണോ ഫീച്ചർ ഫിലിം വേണോ എന്നുള്ള ചിന്തയൊന്നും ഉണ്ടായില്ല. അത് അന്ന് തന്നെ ഓൺ ദ സ്പോട്ട് അത് ഫീച്ചർ ഫിലിമിൻ്റെ കണ്ടന്റ് ആയിരുന്നു അത്. അപ്പോൾ അത്ര വലിയൊരു ബഡ്ജറ്റുള്ളൊരു ഫീച്ചർ ഫിലിം എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഒന്നും നോക്കാതെ നമ്മൾ ഈ സിനിമ എന്തായാലും ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അത് എടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറി. ശരിക്കും അത്ര രസകരമായിട്ട് അത് വിശാലിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ എല്ലാം പെട്ടെന്നായിരുന്നു. അതായത് 2 മാസം കൊണ്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതി വൃത്തിയാക്കി. പിന്നെ ഒരു 2 months നമ്മൾ ഷൂട്ട് ശരിക്കും തുടങ്ങി. അത്ര പെട്ടെന്നായിട്ട് അത് പുരോഗമിച്ചു. എന്തോ ഫോർ സം റീസൺ ഇത് ഒരു സിനിമ എന്ന് പറയുന്ന പല ഘടകങ്ങളുടെയും ഒരു കറക്റ്റ് മിക്സാണ്. അതായത് ഒന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ദാറ്റ് ബി നോട്ട് മെൻ ഔട്ട്. ആൻഡ് ആ ഒരു മിക്സ് ശരിയാവത്തില്ല, ഒരിക്കലും ശരിയാവത്തില്ല. ഇത് എൻ്റെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ കഴിവ് കൊണ്ടോ മിക്സ് ഓഫ് എവറിത്തിങ്. ഇത് ഈ കോലാൽ എന്നുള്ള സാധനത്തിൽ ഭയങ്കര രസകരമായിട്ട് എല്ലാം മിക്സായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാൽ ജോസ് സാറിൻ്റെ കഥ പറയട്ടെ. അത് ഭയങ്കര രസകരമായ കഥയാണ്. ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തിട്ട് അറൗണ്ട് 95% കംപ്ലീറ്റഡ്. ഫുൾ പ്രൊഡക്റ്റ് അല്ല, ഫൈനൽ എഡിറ്റിംഗ്, ഫൈനൽ സൗണ്ടൊക്കെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ അഹങ്കാരം എന്ന് ഞാൻ പറയാം. കാരണം ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു ഷോർട്ട് ഫിലിം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. സന്തോഷം, നിൻ്റെ ഷോർട്ട് ഫിലിം നിൻ്റെ അഭിനയം എനിക്ക് ഇഷ്ടമായി. ഞാൻ താങ്ക് യു പറഞ്ഞ് മെസ്സേജ് വെച്ചു. 1 വർഷം നമ്മൾ പിന്നെ ഞാൻ കോൺടാക്ട് ചെയ്തില്ല. ഈ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എപ്പോൾ ആരാധിക്കുന്ന ഒരു ഇതിഹാസ സംവിധായകൻ തന്നെയാണ് ലാൽ ജോസ് സാർ. അവരുടെ എല്ലാ സിനിമയും ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മീശാവതൊക്കെ 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധായകൻ്റെ ഒരു അഭിപ്രായം കിട്ടുക എന്നുള്ളത് ഞാനൊരു അഹങ്കാരമായി തോന്നി എനിക്ക്. ഞാൻ ഒരു ദിവസം ഫോൺ എടുത്ത് പറഞ്ഞു, സാറിന് ഓർമ്മയുണ്ടെന്നറിയില്ല, ഒരു കഴിഞ്ഞ വർഷം സാർ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ ചെയ്ത അഭിനയം ഇഷ്ടമായെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ പറഞ്ഞു, സാർ ഞാൻ ചെറിയൊരു സിനിമ ചെയ്തിട്ടുണ്ട്, സാർ ഒന്നൊന്ന് കാണണം, സാർ വന്നിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം. സാറിനത് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും സാറ് വന്ന് അത് ഭയങ്കര രസകരമായ ഒരു കഥയായിരുന്നു. ആ സാറ് വന്നപ്പോൾ നമ്മളെല്ലാവരും അവിടെ തിയേറ്ററിൽ ഇരിക്കുവാണ്. അദ്ദേഹം വന്നു. അദ്ദേഹം വർത്താനം പറയില്ല. സിനിമ ക്യാമറയ്ക്ക് മുന്നിൽ വളരെ വർത്താനം. പക്ഷേ പേഴ്സണലായി കുറച്ച് ഒരു ഇൻട്രോവേർട്ട് ടൈപ്പാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവും വിജ്ഞാനത്തിൻ്റെ ഒക്കെ സഹകാരം കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വന്ന് ഫസ്റ്റ് ഹാഫ് കണ്ടു, എഴുന്നേറ്റ് പോയി. ഞാൻ ചോദിച്ചാൽ അദ്ദേഹം ഇറങ്ങിപ്പോയോ, ഇനി തിരിച്ചു വരില്ലേ എന്നുള്ള ആ ഒരു പേടിയായിരുന്നു. കുറച്ച് തിരിച്ചു വന്നു. അദ്ദേഹം ചാപ്പിടിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നാണ്. അടുത്ത ഹാഫ് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഒന്നും മിണ്ടില്ല. അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞു, സന്തോഷ് നീ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അദ്ദേഹം പറഞ്ഞാണ്. അതായത് അദ്ദേഹം എപ്പോഴും സിനിമ ഇങ്ങനത്തെ, അത് പറയാൻ പാടില്ലെന്ന് അറിയില്ല, അദ്ദേഹം ഈ സിനിമകൾ കാണാൻ വരുമ്പം ഒരു SMS അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മകളോട് പറയും, 10 മിനിറ്റ് എന്നെ വിളിക്കണം, ബോറാണെങ്കിൽ തിരിച്ചു പോകാൻ, അപ്പോൾ ഒരു അത്യാവശ്യത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു അങ്ങനെ ഇത് എന്നെ പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും വേണ്ടി വന്നില്ല. 10 മിനിറ്റ് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് എൻഗേജ് ചെയ്തു ഓഡിയൻസിനെ, നിങ്ങൾ ഞെട്ടിച്ചു എന്ന് പറഞ്ഞിട്ട്. പിന്നെ അദ്ദേഹത്തിന് ഒരു ഫിലിം മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയല്ലോ, അത്രയും ഭയങ്കര ഒരു മൈൻഡ് സെറ്റാണ്. A to Z, എവറി സെക്കൻഡ് ഓഫ് ദ ഫിലിം പുള്ളിക്കാരൻ അതിന് റീനെറേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് നിങ്ങൾ അവിടെ ചെയ്തതെന്ന്, അങ്ങനെ ഇവിടെ ചെയ്താണ്, അത് ഡയറക്ടർ ബ്രില്യൻ്റ് ആണ്, ഇത് റൈറ്റർ ബ്രില്യൻ്റ് ആണ്, അങ്ങനെ ഓരോ കാര്യങ്ങളും പറയാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല സിനിമയെന്ന് പറയുന്ന സമയത്ത് സത്യം പറയാൻ നമുക്ക് ഗൂസ് ബംപ് എന്ന് പറയുന്ന സാധനം ഉണ്ടായില്ല. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. നമുക്ക് അത്രയും ഈ ഒരു സിനിമേനെ അദ്ദേഹത്തിന് ഇത്രയും അഭിമാനത്തിൽ പറയാൻ തുടങ്ങുമ്പോൾ വളരെ സന്തോഷം. ആ ഒരു ചൂടിൽ ഞാൻ ചോദിച്ചു, സാർ അപ്പോൾ അത് ഒരു വാക്ക് കൂടി പറഞ്ഞു. അതായിരുന്നു എൻ്റെ മെയിൻ ടേണിംഗ് പോയിൻ്റ്. അതായിരുന്നു അദ്ദേഹം പറഞ്ഞത്, ഇത് ജനങ്ങൾ കാണേണ്ട സിനിമയാണ്, ഇത് ജനങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജനങ്ങൾക്കാണ് നഷ്ടം. അത്ര പോലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ ധൈര്യത്തിൽ ഞാൻ ചോദിച്ചു, സാർ നമ്മളെപ്പോലത്തെ ചെറിയ സിനിമ പ്രേമികൾക്ക് ഉണ്ടാക്കിയ പ്രോഡക്റ്റൊക്കെ ഈ നാട്ടിൽ വലിയ ചാലഞ്ചാണ്, വെല്ലുവിളികളാണ് അത് സ്ക്രീനിലെത്തിക്കാൻ വേണ്ടിയിട്ട്. സാറിന് നമ്മൾ സഹായിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാം കഴിഞ്ഞില്ലേ, നിങ്ങൾ ഡയറക്ഷനും കഴിഞ്ഞ് സിനിമ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ എന്നാലും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം, നിങ്ങളുടെ ഒരു പ്രസൻസ്, നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ്, സപ്പോർട്ട് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ് ടു ദ മൂവി. കാരണം നമുക്ക് ഇതുപോലത്തെ ചെറിയ മൂവിക്ക് വലിയ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അദ്ദേഹം പറഞ്ഞു, ലാൽ ജോസ് പ്രസൻസ് കോലാഹലം. അതായിരുന്നു, അങ്ങനെയാണ് ലാൽ ജോസ് പ്രസൻസ് കോലാഹലം. ലാൽ ജോസ് സാർ എന്ന് പറഞ്ഞു. ലാൽ ജോസ് സാർ ലാൽ ജോസ് സാർ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് മൂവിയാണ് കോലാഹലം. അതായത് അദ്ദേഹം പാട്ടല്ലാതെ പ്രസൻറ്റ് ചെയ്യുന്ന മൂവി. അത് ഭയങ്കര എന്താ പറയുക, നമുക്ക് അത്രയും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സന്ദർഭം നമുക്ക് കിട്ടി. ആ ലെജൻഡ് ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ആക്റ്റീവായിട്ട് നമ്മുടെ സിനിമയിൽ നിൽക്കുന്നു. എപ്പോഴും വിളിച്ചാലും അദ്ദേഹം അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു മെൻറ്റോറിങ്, ആ ഒരു സപ്പോർട്ട്, ഗൈഡൻസ്, അഡ്വൈസ്,
ആണ് നമ്മുടെ ഈ സിനിമയുടെ എനർജി എന്ന് പറയുന്നത്, ഇത്രയും കാലമുള്ള എനർജി. അങ്ങനെയാണ് ലാൽ ജോസ് സാർ ഇതിനകത്ത് വന്നത്. വലിയൊരു യാത്രയാണ്. വലിയൊരു യാത്രയാണ്. ഈ ലാൽ ജോസ് സാർ ഇതിൽ വന്നതിന് ശേഷം സിനിമയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഒരു മാറ്റങ്ങൾ വന്നിട്ടില്ല. അദ്ദേഹം അതാ പറയുന്നത്, അദ്ദേഹം അത് പറഞ്ഞതിൻ്റെ ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞതിൻ്റെ അതിൻ്റെ ഡയറക്ടറിൻ്റെ കഴിവും പിന്നെ ഈ സ്ക്രിപ്റ്റ് റൈറ്റർ കഴിവാണ്. അവർക്കുണ്ടല്ലോ ഈ ഡയറക്ടർ, സിനിമറ്റോഗ്രാഫർ ഷിഹാബ് ഓങ്ങല്ലൂരാണ്, ഡയറക്ടർ റഷീദ് പറമ്പിൽ, സ്ക്രിപ്റ്റ് റൈറ്റർ വിശാൽ വിശ്വനാഥൻ. ഈ 3 പേർക്കും തമ്മിൽ തന്നെ ഭയങ്കര കെമിസ്ട്രി ഉണ്ട്. അവർക്ക് ദേ നോ ഈച്ച് അതർ വെരി വെരി വെൽ. അപ്പോൾ ഇദ്ദേഹം മനസ്സിൽ കാണുന്നത് ഇവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഡയറക്ടർ പറഞ്ഞ ക്യാമറ ഡോക്ക് എന്ന് പറഞ്ഞ ഉടനെ ഷിഹാബിന് ഡയറക്ടർ എന്താണ് പ്രതീക്ഷിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഴിവ് ആ ഒരു ഗാങ്ങിന്, ആ ഒരു കെമിസ്ട്രിക്ക് ഉണ്ട്. ആ ഒരു കെമിസ്ട്രി മാത്രമായിരുന്നു എനിക്ക് 70ഓളം അവാർഡുകൾ കിട്ടാൻ കാരണം ഈ 3 പേരുള്ള ടീമുള്ള വർക്കത്തിനാണ് ഇതിനു മുമ്പൊക്കെ ഞാൻ കുറേ ചെയ്തത്. ഇല്ലത്തിലൊക്കെ 45 അവാർഡാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു കെമിസ്ട്രി ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഇവരെ കൂടെ വന്നിട്ട് ഇപ്പോൾ 3, 4, 5 ഇയേഴ്സായി ഈ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ആ കെമിസ്ട്രിയിലൊക്കെ ഞാനും സ്ലോ ആയിട്ട് ഇന്നായി എന്ന് പറയാം. അതെ. പക്ഷേ എന്നാലും ശരിക്കും എൻ്റെ അഭിനയ ജീവിതം എന്ന് പറയുന്നത് എന്നെ ഒരു അഭിനയിക്കാൻ വല്ല കഴിവും സൃഷ്ടിച്ചത് ഈ റഷീദും ഈ ഗ്യാങ്ങാണ്, ഈ ഗ്രൂപ്പാണ് എന്നെ ചെയ്തത്. ഇതിനെ തന്നെ ഒരു ഉദാഹരണം പറയാമെന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ ക്യാരക്ടർ എങ്ങനെയാവണം എന്നുള്ളത് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചു. ഞാനാണല്ലോ പ്രൊഡ്യൂസർ, അപ്പോൾ ഞാൻ തന്നെ ഹീറോ ആവും, അപ്പോൾ ഞാൻ തന്നെ ഇതിനകത്ത് കള്ളനാവും എന്നുള്ളത് ഞാൻ സങ്കല്പിച്ചു. പക്ഷേ ഞാൻ റഷീദിന് ഞാൻ ഒരു വാക്ക് കൊടുത്തിരുന്നു, റഷീദ് ഭായ് ഇതിന് എന്തെങ്കിലും എനിക്ക് അഭിനയിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ മാറിക്കാൻ തയ്യാറാണ്. കാരണം ഈ സിനിമ നന്നാണെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഈ സിനിമ നന്നായിട്ട് എടുക്കണം, കാരണം ഇത് അത്രയും നല്ലൊരു കണ്ടൻറ്റുള്ള സിനിമയാണ്. അങ്ങനെയാണ് ഞാൻ ഷൂട്ട് ലൊക്കേഷനിൽ വരുന്നത്. പക്ഷേ മാനസികമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഒരു കഥാപാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കൊച്ചിനെ ചെറിയ മുക്കുമ്പം മീശൊക്കെ വെച്ച് ചെറിയ ടൈറ്റായിട്ടുള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അരയിൽ വലിയ ബെൽറ്റൊക്കെ ഇട്ട് നടന്നു വരുന്ന ആ ഒരു ഭാവത്തോടെയാണ് ഞാൻ ഇതിനെ മനസ്സിൽ കണ്ടത്. ഞാൻ ഫ്ലൈറ്റിലൊക്കെ വരുമ്പം ഈ സ്ക്രിപ്റ്റ് പഠിക്കുന്നു, അത് കൊച്ചിനെ എനിഫിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ സ്ക്രിപ്റ്റൊക്കെ പഠിച്ചങ്ങനെ ഉണ്ടാക്കി മനസ്സിൽ ഞാനൊരു കഥാപാത്രത്തെ ഉരുക്കുപോലെ അങ്ങ് സൃഷ്ടിച്ചു ഞാനതിനെ. ഇവിടെ വന്നിട്ട് ഞാനപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞ ഉടനെ ഞാൻ അങ്ങനെ തുടങ്ങി കട്ട് സന്തോഷമായിട്ട് നിങ്ങൾ എന്താ കളിച്ചോട്ടെന്ന് ചോദിച്ചു. ഞാൻ പറയും കള്ളൻ. അയ്യോ കള്ളൻ എന്ന് പറഞ്ഞാൽ ഇതല്ല, ജീവിക്കാൻ ഗതിയില്ലാതെ ഒരു പരഗതിയില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ മോഷണമൊക്കെ നടത്തിയിട്ട് ജീവിച്ചു പോകുന്നൊരു സാധാ കള്ളനാണ് അയാൾ. സാധാരണക്കാരനാണ്. അപ്പോൾ ഞാൻ ഈ കോർപ്പറേറ്റ് ലൈഫിലുള്ള ജീവിതം ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഘടകവിരുദ്ധം എന്ന് പറയാം. ഈ ഒരു ക്യാരക്ടർ കണ്ടാൽ മനസ്സിലാവും. അത്രയും ലോക്കലായിട്ടുള്ള ഒരു മനുഷ്യൻ, സാധാരണക്കാരനായ മനുഷ്യൻ, വളരെ സൗമ്യശീലൻ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ചെറിയ മോഷണമൊക്കെ നടത്തി ജീവിക്കാൻ ഉള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അതിനകത്ത്. ആ ഒരു ക്യാരക്ടറിലേക്ക് അദ്ദേഹം പറഞ്ഞു തന്ന പ്രകാരം ഞാൻ എൻ്റെ മൂവിയെ തുടങ്ങി. ഞാൻ സ്വന്തമായിട്ട് ഒരു 2-3 hours ശരിക്കും സത്യം പറയാൻ എടുത്തു ആ ഒരു ക്യാരക്ടറായി മാറാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഉണ്ടാക്കി വെച്ച ആ കൊച്ചിനെ ആ ക്യാരക്ടർ കംപ്ലീറ്റ് ബ്ലാങ്ക് പേജ് ആക്കി. പിന്നെ ഇദ്ദേഹം തന്നത് മുഴുവൻ നിറച്ചു മനസ്സിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു 1-2 പ്രാവശ്യം ഞാൻ ചെയ്തു നോക്കാം. അങ്ങനെ ആയിട്ട് ആ ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ സുലഭമായിട്ട് വരാൻ പറ്റി. അതും 100% മൈ ക്രെഡിറ്റ് ഗോസ് ടു റഷീദ് ആൻഡ് വിശാൽ ആൻഡ് ഷിഹാബ്. അങ്ങനെയാണ് ഞാൻ ആ ക്യാരക്ടറിലേക്ക് വന്നത്. ഇപ്പൊ ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ അവിടുന്ന് ലീവിലാണോ? അതെ. ഞാൻ ഈ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഞാൻ ലീവ് എടുത്ത് വന്നിരുന്നു. എൻ്റെ ഷൂട്ട് മാത്രമേ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ലീവ് എടുത്ത് വന്നു. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഞാൻ 2-3 പ്രാവശ്യം വന്നു. കാരണം ഇതിനകത്ത് റഷീദിനെ അറിയാം. റഷീദിനും ഷിഹാബിനും എൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ ഒരിക്കലും ഈ സിനിമയെ കണ്ടില്ല. കാരണം എനിക്ക് ഇതൊരു പാഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് കാര്യമായ ഘടകമാണ്. അപ്പോൾ ആ പാഷൻ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സിനിമാ മേഖലയിൽ പഠിക്കുക എന്നുള്ള ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എവറി ഏരിയ, ഷൂട്ട് മുതൽ പോസ്റ്റ് പ്രൊഡക്ഷനിലുള്ള എഡിറ്റിംഗ്, എഫക്ട്സ്, VFX, പിന്നെ അങ്ങനെ DI, കളറിങ്, ആ ഏരിയ മുഴുവനും ഞാൻ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തിരുന്നു. അത് റഷീദും ഷിഹാബും അവരൊക്കെ ഫ്രീഡം തന്നിരുന്നു. എന്തെങ്കിലും സജഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉടനെ ഒരു ചെറിയൊരു ഫയൽ അയച്ചോട്ടെ സന്തോഷമായിട്ട് ഇത് നോക്കിയിട്ട് പറയണേ, അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോസസ്സ് വെൻറ്റ് ഓൺ ആൻഡ് ഓൺ അൺടിൽ ദ കംപ്ലീഷൻ ഓഫ് ദ മൂവി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റുള്ള ഒരു സിനിമയും കൂടിയാണിത്. കാരണം ഇതിന് ഓരോ സെക്കൻഡും എനിക്കറിയാം എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്താണ് നമ്മൾ ചെയ്തതെന്നുള്ളത്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു സിനിമ അതിനുശേഷം പിന്നെ നമ്മൾ ഈ സിനിമ എടുത്തു കഴിഞ്ഞ ഉടനെ ഇതൊരു കുറേ ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അത് ഞാൻ കഥ പറയുന്നില്ല, നിങ്ങളെല്ലാവരും സിനിമാ തിയേറ്ററിൽ ഒന്ന് കാണണം. അപ്പോൾ അതിനകത്ത് ഈ ചില സംഭവങ്ങൾ എനിക്ക് 31 അവാർഡ് ഫിലിം ഫെസ്റ്റിവൽസിൽ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. 26 എനിക്ക് അവാർഡ് കിട്ടി. അതും ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലൊക്കെ 4 അവാർഡൊക്കെ കിട്ടിയത്. ബെസ്റ്റ് സ്ക്രിപ്റ്റ്, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എല്ലാം കുറേ ഇവിടെ മൈസൂർ, പിന്നെ ഡയറോമ ദുബായ്, പിന്നെ ഇറ്റലി, അങ്ങനെ ഇവിടെ കുറേ സ്ഥലത്ത് ഞാൻ കൊടുത്ത സ്ഥലത്തൊക്കെ എനിക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. അതിന് ഇതിൻ്റെ വലിയൊരു എനർജി ആയിട്ട് എനിക്ക് തോന്നി. സോ ദാറ്റ് വെൻറ്റ് ഓൺ ഫോർ 6 months, 3 months or 4 months. അത് പിന്നെ കാരണം ആ സമയത്തായിരുന്നു ഞാൻ എൻ്റെ സെൻസറിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ കുറേ ഫിലിം ഫെസ്റ്റിവലൊക്കെ അയച്ചിട്ട് കുറേ അവാർഡ്സ് കിട്ടി. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി
പിന്നെയും പിന്നെയും മനസ്സിലാക്കി തന്നു ഓരോ കാര്യങ്ങളും. അങ്ങനെയാണ് നമ്മളിതിനെ കംപ്ലീറ്റ് ആക്കിയിട്ട് സിനിമ റിലീസ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഇപ്പം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ലീവ് എടുത്ത് വന്നതാണ്. ഇപ്പോൾ ഈ ഒരു പീരീഡ് റിലീസ് ചെയ്തിട്ട് നല്ല സക്സസ്ഫുൾ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ തിരിച്ചു പോകത്തില്ല. ഇത് സാറ് പറഞ്ഞ പോലെ ഇത് ജനങ്ങൾ കാണണം. ഇതിനകത്തൊരു ചില ഘടകങ്ങളുണ്ട് കാണാനുള്ളത്. വളരെ ചെറിയ സിനിമയാണ്, സാധാരണക്കാരുടെ സിനിമയാണ്. പക്ഷേ അതിന് പുറമെ ഞാൻ എൻ്റെ ടീമിന് കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എനിക്ക് നിറവേറ്റുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഇമോഷണൽ ആവുന്ന കേട്ടോ, സോറി. അതെ, കുഴപ്പമില്ല, ടൈം എടുത്ത് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഈ സിനിമ വിജയിക്കുവാണെങ്കിൽ എൻ്റെ ക്രൂവിനുള്ള സക്സസ് കൂടിയാണെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഈ സിനിമ വിജയിക്കാൻ കുറേ സാധാരണ ജനങ്ങളുടെ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യമാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഒരുപാട് സിനിമയെ എത്രത്തോളമാണ് ചേട്ടൻ സ്നേഹിക്കുന്നതെന്നും അതിനുവേണ്ടി എത്രത്തോളമാണ് കഷ്ടപ്പെടുന്നതെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സിനിമ വലിയൊരു വിജയമാവുക തന്നെ ചെയ്യും. ഇപ്പം പ്രിവ്യൂ കണ്ട, ഇപ്പം എനിക്ക് പ്രിവ്യൂവിന് വരാൻ പറ്റിയില്ല, പക്ഷെ പ്രിവ്യൂ കണ്ട ഒരുപാട് പേരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത്. അതെ, അതെ അതെ, സോറി കേട്ടോ, കത്തി. കുഴപ്പമില്ല കുഴപ്പമില്ല, വെരി ഇമോഷണൽ. ഓക്കെ ഓക്കെ, താങ്ക് യു. പ്രിവ്യൂ കണ്ടിട്ട് ശരിക്കും ഞാൻ ഇതിൻ്റെ ഒരു പ്രീമിയർ ഷോ പിന്നെ സിഡ്നിയിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ആ സമയത്ത് 800 പേര് ഉള്ള ഒരു പ്രീമിയർ ഷോ ആയിരുന്നു. അതിനകത്ത് 800 പേരും എനിക്ക് സ്റ്റാൻഡിങ് ഓവേഷനിൽ നിന്ന് കൈയടിച്ചു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സക്സസ്. പിന്നെ ഇപ്പം ഉള്ള പ്രിവ്യൂവിൽ 178 ആൾക്കാരും വനിതാ തിയേറ്റർ ഉണ്ട്, അത് ഫുള്ളായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ആൾക്കാർ ഒട്ടും എവറി പേഴ്സൺ എല്ലാവരും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് ഇവർ പിന്നെ വിനയ് ഫോർട്ടും അവരൊക്കെ കൈലാഷ് അവരൊക്കെ മണികണ്ഠൻ അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത് മാത്രമല്ല, അവരൊക്കെ എനിക്ക് വീഡിയോ ഫുട്ടേജ് അയച്ചതുണ്ട്. അവർ പറയുന്നത് വളരെ നന്നായെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വലിയൊരു ആവേശം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് റഷീദ് എൻ്റെ ഡയറക്ടർ വിനയ് ഫോർട്ട് വിളിച്ചിട്ട് 1 മണിക്കൂർ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ ഘടകങ്ങൾ വളരെ കൃത്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയെ പറ്റി ഭയങ്കരമായിട്ട് എൻ്റെ കൂടെയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. സാധാരണ ഫോൺ മൊബൈലൊക്കെ വരും, അല്ല ആ ഒരു ഡിസ്ട്രാക്ഷൻ. അദ്ദേഹം 3 കോൾ അങ്ങനെ വന്ന് ഞാൻ കണ്ടിരുന്നു. ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്തില്ല. അത് വന്നിട്ട് കട്ട് ചെയ്തു. അങ്ങനെ അത്രയും കെയർഫുള്ളായിട്ട് അദ്ദേഹം അത് വാച്ച് ചെയ്തു. അതിനുശേഷം റഷീദിനോട് പറഞ്ഞ വാക്കുകൾ അത് വളരെ ക്ലിയർ ആക്കുന്നത്. കാരണം ഹി വാച്ച്ഡ് ഫ്രം ദ സ്റ്റാർട്ട് ഫസ്റ്റ് സെക്കൻഡ് ടു ദ ലാസ്റ്റ് ഓഫ് ദ മൂവി. അത്രയും കൃത്യമായിട്ട് കണ്ടിട്ട് അദ്ദേഹം അത് വാച്ച് ചെയ്തോളം മനസ്സിലായി. അപ്പോൾ അതൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സന്തോഷമാണ്. ഇപ്പം അതെങ്ങനെയെങ്കിലും റിലീസ് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കണം, ജനങ്ങൾ കാണണം എന്നുള്ള ഒരു വിശ്വാസം, ഒരു ആഗ്രഹം, ഒരു അപേക്ഷ. ജൂലൈ 11 ജൂലൈ 11 തിയേറ്ററിൽ റിലീസാവുകയാണ്. കണ്ടവരെല്ലാം പറഞ്ഞു കേട്ടത് തന്നെ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമ തന്നെയാണ്. കാരണം ഒരു മരണം ബേസ് ചെയ്തിട്ടുള്ള കോമഡിയും ഇമോഷനും ഒരേ സമയം പറഞ്ഞു പോകുന്ന സിനിമയാണല്ലേ. അത് ഭയങ്കര രസകരമായിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കഥ പറയുന്നില്ല. ഈ വെറുതെ ഒരു മരണ വീട്ടിൽ നടക്കുന്ന സിമ്പിൾ സാധാ കോമഡി ആയിട്ട് അതിനെ കാണാൻ പറ്റില്ല. കാരണം കുറച്ച് കഴിയുമ്പം അതൊരു വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സീരിയസ് നേച്ചറിലേക്ക് പോകുന്നുണ്ട്. അതാണ് അതിൻ്റെ കഥയുടെ തീരുമാനം. ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെ പിന്നെ വേറെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഞാൻ കഥ പറഞ്ഞിട്ട് വെറുതെ വിഷമിക്കുന്നില്ല. നിങ്ങൾ എന്തായാലും കാണണം. പിന്നെ തിയേറ്ററിൽ വന്നാൽ അത് കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. വളരെ വമ്പൻ ഹിറ്റായി മാറട്ടെ. ഉറപ്പായിട്ടും. ഇപ്പൊ ഫാമിലി ആയിട്ട് തന്നെ ഓസ്ട്രേലിയയിലാണോ? അതെ, എനിക്കൊരു വൈഫും ഒരു മകളുണ്ട്. അതിൽ നമ്മൾ കുറേ വർഷമായിട്ട് അവിടെ തന്നെയാണ്. നമ്മൾ ഓസ്ട്രേലിയൻ പൗരനായിട്ട് ഞാൻ കുറേ വർഷങ്ങളായി. ഓസ്ട്രേലിയൻ പൗരത്വം കൊടുക്കാൻ അഭിമാനത്തോടെ പറയുന്നില്ല. ഞാൻ എൻ്റെ പെറ്റമ്മ എന്ന് പറയുന്നത് ഇന്ത്യയും പോറ്റമ്മ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. അത് എപ്പോഴും വളരെ സീരിയസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്ന സാധനമാണ്. ഞാൻ എല്ലാ വർഷവും ഒരു 3-4 പ്രാവശ്യം ഇവിടെ ഇന്ത്യയിൽ വരാറുണ്ട്. എനിക്ക് ഇവിടുത്തെ ജീവിതമാണ് എനിക്ക് കൂടുതൽ ഞാനാക്കിയത് ആ സമയത്തുള്ള. അപ്പോൾ എനിക്ക് നാട്ടിൽ ഞാൻ സ്വന്തമായി ചെറിയ വീടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ വരും, അതിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണും, അതങ്ങനെ എല്ലാവരും ചെയ്യും. പക്ഷേ ജീവിക്കാൻ ഉണ്ടായ സാഹചര്യത്തിന് വേണ്ടിയിട്ട് ജോലി പഠിച്ചിട്ടൊക്കെ പിന്നെ വെളിയിലേക്ക് പോയി. അങ്ങനെ അവിടെ സെറ്റിലായി. അപ്പോൾ ഓസ്ട്രേലിയൻ പൗരനാവാൻ കാരണമുണ്ട്. അവിടുത്തെ കുറച്ചും ഫെസിലിറ്റി ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള പൗരനൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഓസ്ട്രേലിയൻ പൗരനായത്. ഇവിടുന്ന് പോകുന്നതിന് മുൻപും സിനിമാ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു? എനിക്ക് അഭിനയം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായി കാണാം. കാരണം ഞാൻ 10th പഠിക്കുമ്പോൾ എന്തൊക്കെ നാടകങ്ങളൊക്കെ കളിച്ച് കൂവലൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ സിനിമ എടുക്കണം എന്നുള്ള ഒരു ഒന്നാമത് നമ്മൾ സിനിമ ഫീൽഡായിട്ട് ബന്ധമില്ല. നമ്മൾ ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ വെളിയിൽ പോയി. ഞാൻ ആഫ്രിക്കയിലുണ്ടായിരുന്നു, പിന്നെ സൗദി അറേബ്യയിലുണ്ടായിരുന്നു, അങ്ങനെ പിന്നെ ഓസ്ട്രേലിയയിൽ. അപ്പോൾ ആ ഒരു ജേണിയിൽ സിനിമ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലെവിടെയും ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ എനിക്കതിൻ്റെ ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടിയില്ല. ഓസ്ട്രേലിയ വന്നിട്ട് ജീവിതമൊക്കെ കുറഞ്ഞ് സെറ്റിലായതിനു ശേഷമാണ് പണ്ടത്തെ ആ ഒരു പാഷൻ ഞാൻ ചികഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയത്.
അങ്ങനെ ഇപ്പൊ സിനിമ വരെ എത്തി, കുറെ അവാർഡ്സും കിട്ടി. കുറേ അവാർഡ്സ് കിട്ടി. ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ മറന്നുപോയി, ഒരുപാട് അവാർഡ് കിട്ടി. കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫസ്റ്റ് ആക്ടറിനുള്ള അവാർഡൊക്കെ മേടിച്ചിട്ടാണ്. അവാർഡ് കിട്ടി. അതെ. അതിനകത്ത് ഇപ്പം വിനയ് ഫോർട്ട് പറഞ്ഞത് പോലെ അതിന് ആക്ടിങ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് സിനിമയാണെന്ന് ഒരിക്കലും പറയില്ല. ആ ഒരു ഇരുത്തം വന്ന ഒരു ആക്ടറുടെ നിങ്ങൾ പ്രകടിപ്പിച്ചു. അതിന് ഞാൻ ഒരിക്കലും ഒരു 0 ക്രെഡിറ്റാണ് ഞാൻ എടുക്കുന്നത്. കാരണം അത് റഷീദിൻ്റെ ക്രെഡിറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊച്ചിനെ നൈഫായിട്ട് വന്ന ഒരാളെ ഇങ്ങനത്തെ ഒരു കള്ളനാക്കി മാറ്റാൻ റഷീദിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് കഴിവുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ആക്ടറായത്. അത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടന് മനസ്സിലായോ റഷീദ് എന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ അതിനകത്ത് ഓരോ കാര്യങ്ങളും ഞാൻ അനലൈസ് ചെയ്തു. ഞാൻ റഷീദ് കൂടി ഇരുന്നിട്ട് പിന്നെ അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് ആ റഷീദിൻ്റെ കഴിവ് ആ സമയത്ത് മനസ്സിലായത്. ഓരോ ഷോട്ട് എടുക്കുമ്പം അവനൊരു പ്രീ ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഈ ഷോട്ട് അത് എടുക്കുന്നതിന് മുന്നേ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്ന അവന് വിഷ്വലൈസ് ചെയ്യണ്ടേ. എനിക്ക് വന്ന് അഭിനയിച്ച് പോയി. പക്ഷേ അത് സ്ക്രീനിൽ എങ്ങനെ വരും, അതിന് മുന്നത്തെ സീൻ എന്താണ്, അതിന് പുറത്തെ സീൻ എന്താണ്, അതിന് ശേഷമുള്ള സീൻ എന്താണ്, അതിന് എന്തുകൊണ്ടാണ് ഇവിടെ ചെയ്യാൻ കാരണം നമ്മളെല്ലാം സീക്വൻസിലല്ലേ എടുക്കത്തില്ല, അവിടെ ഇവിടെയൊക്കെയല്ലേ എടുക്കുക. അപ്പോൾ അവിടെ എടുക്കുമ്പം ഞാൻ അത് എടുക്കുന്നു. അത് സന്തോഷമായിട്ട് അവിടെ വേറൊരു സീനിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ അത് നിങ്ങൾ അതുപോലെ തന്നെ നടക്കണം, നിങ്ങൾ മാറ്റി നടക്കരുത്, ഇവിടുന്ന് നടക്കണം. അങ്ങനെയൊക്കെയുള്ള ആ ഒരു കണ്ടിന്യൂഷൻ അതൊക്കെ ആ ഒരു റഷീദ്. ഞാനിപ്പം എനിക്ക് സിനിമ വലിയൊരു പുതിയ ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം യൂഷ്വലായി തോന്നാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സിനിമക്കാരൻ നിലയിൽ ഇതൊക്കെ അത്ഭുതമായിരുന്നു എനിക്ക് ശരിക്കും. അവൻ്റെ ആ ഒരു ഡെപ്ത് ഓഫ് നോളജ്, ഡെപ്ത് ഓഫ് അതിൻ്റെ ഡെഡിക്കേഷനും ഓരോ കാര്യങ്ങളും അതിനകത്ത്. ആ വിനയ് ഫോർട്ട് പറയുന്ന സീൻസിൻ്റെ വിശകലനമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അത് ഒരു ഡയറക്ടർ ബ്രില്യൻസ് കാണിക്കുന്ന സീൻസ് ആയിരുന്നു. അതിനകത്ത് നിന്ന് ഈ വിശാൽ എന്ന് പറയുന്ന തിരക്കഥാകൃത്തിൻ്റെയും DOPയുടെയും ബ്രില്യൻസും കൂടി വന്ന് ചേരുമ്പോഴാണ് ഇതൊരു പെർഫെക്റ്റ് പ്രൊഡക്റ്റായി എന്ന് പറയുന്നത്. ലാൽ ജോസ് സാർ പറയുന്നത് ഇറ്റ്സ് എ പെർഫെക്റ്റ് സിനിമ. അത് ശരിക്കും അത് പെർഫെക്റ്റ് സിനിമയാണ്. ഇന്നലെ ആ പ്രിവ്യൂവിനും തെളിയിച്ചു 190 ആൾ പേര്, പിന്നെ 800 പേര് സിഡ്നിയിൽ പ്രിവ്യൂ നടത്തുമ്പോൾ അവരും തെളിയിച്ചു. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അതെ, നല്ലൊരു പ്രൊഡക്റ്റ് കയ്യിലുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് കയ്യിലുണ്ടെന്ന് മാത്രം ജ്യോതിഷ്, അത് ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ ഫിലിം. ഈ നല്ലൊരു പ്രൊഡക്റ്റ് കയ്യിലുണ്ടായി കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തണം. എന്നാലും മാത്രമേ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എൻഡ് റിസൾട്ട് ജനങ്ങൾക്ക് അറിയത്തുള്ളൂ. ആ എൻഡ് റിസൾട്ട് കിട്ടാൻ നമ്മളെപ്പോലത്തെ ആൾക്കാർ ഭയങ്കര കഷ്ടപ്പെടണം. കാരണം എനിക്ക് ഫിലിമിൽ ഈ സിനിമ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ല, ഇവിടെയൊക്കെ എനിക്ക് കോൺടാക്ട്സ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ സിനിമ ഷൂട്ടും കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് അപ്പോൾ 70% ഓഫ് ദ ഫിലിം മേക്കിംഗ് ഈസ് നൗ ഡൺ, ഓൺലി 30% ഈസ് മാർക്കറ്റിംഗ്, പേ സം മണി ഹിയർ ആൻഡ് ദെയർ, ഗെറ്റ് ഇറ്റ് റിലീസ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ സിനിമയും പോസ്റ്റ് പ്രൊഡക്ഷൻ വെറും 20% ആണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള 80% കിടക്കുന്നത് ഈ സിനിമയുടെ റെഡ് ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, ബ്യൂറോ അതും പറയാൻ പറ്റില്ല. അതിൻ്റെ ആ ഒരു പ്രോസസ്സ്, അതിൻ്റെ കോംപ്ലക്സിറ്റി, അതിൻ്റെ എനിക്കുള്ള ഇഗ്നറൻസ്, അറിവില്ലായ്മ, അതൊക്കെ കൊണ്ട് ഈ പ്രോസസ്സ് ഈസ് ബിക്കം വെരി വെരി ടഫ് ഇൻ മൈ ലൈഫ്. കഴിഞ്ഞ മാസങ്ങളായിട്ട് ഞാൻ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. പല സംഭവങ്ങളും ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇത് ടോയ്ലറ്റ് റോൾ പോലെയാണ് അതിൻ്റെ ലിസ്റ്റ് ഓഫ് തിങ്സ് ടു ഡു ഫോർ റിലീസ്. അത് കാണുമ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ചെറിയതല്ല, പ്രേക്ഷകരിലേക്ക് എത്തിക്കാന്ന് പറയുന്നത് വലിയൊരു വെരി ബിഗ് തിങ്. അതിനുശേഷം പിന്നെ നമുക്ക് സിനിമ ടൈം സ്ലോട്ട് കിട്ടുക, സിനിമ ആക്സെപ്റ്റ് ചെയ്യുക, സിനിമ തിയേറ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുക, നമുക്ക് വേണ്ട ടൈം സ്ലോട്ട് കിട്ടുക, നമുക്ക് വേണ്ട സിനിമ നാട്ടുകാർ വരിക, ആൾക്കാരെ വന്ന് കാണുക, അവരുടെ അഭിപ്രായം പറയാം, അവർ നല്ലത് പറഞ്ഞാൽ അത് വേർഡ് ഓഫ് മൗത്ത് കൂടി മറ്റുള്ള ആൾക്കാരെ എത്തിച്ചിട്ട് അങ്ങനെ സിനിമയെ വിജയിപ്പിക്കുക. ഇറ്റ്സ് എ വെരി ബിഗ് പ്രോസസ്സ്. പക്ഷേ ഇതൊരു നല്ല സിനിമയാണ്. ഈ പ്രോസസ്സൊക്കെ വിൽ ബി ജസ്റ്റിഫൈഡ്. അതൊക്കെ ഈ ചെറിയൊരു കാര്യം ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഈ പ്രോസസ്സൊക്കെ ഇതായാലും ജസ്റ്റിഫിക്കേഷനായി. അതൊക്കെ ചെയ്തത് വളരെ നല്ല കാര്യത്തിനാണെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം സ്ട്രഗിൾ ചെയ്യുന്നത്. ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിലും അത് ജനങ്ങളിലെത്തണം. അപ്പോൾ ആ പ്രൊഡക്റ്റ് എത്തിക്കാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിൽ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ഫേസസ് ആണ് കൂടുതലുള്ളത്. അതും മാർക്കറ്റിങ്ങിനൊരു ബാധിക്കുന്നുണ്ടോ? നമ്മുടെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു ഈ സ്റ്റാർട്ടിങ്ങിൽ. നമുക്കൊരു ഇത്ര എമൗണ്ട് വരെ സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഞാനവിടെ ബിസിനസ്സുകാരനല്ല, ഞാനവിടെ രാവും പകരം ജോലി ചെയ്തിട്ട് 18 മണിക്കൂർ വരെ ജോലി ചെയ്തിട്ട് 40-80% ടാക്സും കൊടുത്തിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് ജീവിച്ചിട്ട് അതിനകത്ത് കിട്ടുന്ന സമ്പാദ്യത്തിൽ നാട്ടിലൊക്കെ 10 പ്രാവശ്യം വന്നു കഴിഞ്ഞ് പിന്നെ അതിനകത്ത് കിട്ടുന്ന ബാക്കിയുള്ള പൈസ കൊണ്ടാണ് ഈ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ബഡ്ജറ്റ് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്കങ്ങനെ ചുമ്മാ അവിടെയും ചിലവാക്കാനുള്ള ബിസിനസ് ഇത് ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു പൈസ കിട്ടിയത് വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ബഡ്ജറ്റ് വാസ് എ കൺസ്ട്രെയിൻ. പക്ഷേ വി ഡി നോട്ട് കോംപ്രമൈസ് ഓൺ ദ ക്വാളിറ്റി. ഇപ്പോൾ ഇതിനകത്ത് അഭിനയിച്ച ഓരോ ആൾക്കാരും ആ ക്യാരക്ടറിന് ആപ്റ്റായിരുന്നു. അവരുടെ ക്വാളിറ്റി, അവരുടെ ആക്ടിങ്, അവരുടെയൊക്കെ വളരെ കൃത്യമായിട്ടുണ്ട്. ഇതിനകത്ത് കുറേ ആക്ടേഴ്സ് ഇതിന് മുന്നേ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ച കുറേ ആൾക്കാരുണ്ട്. പ്രിയ ശ്രീജിത്ത്, സ്വാതി മോഹൻ, പിന്നെ അച്യുതാനന്ദൻ, പിന്നെ നമ്മൾ ഇപ്പോഴത്തെ TV സെൻസേഷനാണ് നമ്മുടെ ക്യാരക്ടറിൽ അനുഷയും വിഷ്ണു, അവരൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അഭിനയിക്കാൻ അറിയുന്ന കുറേ പേര് ഇതിനകത്തുണ്ട്. വലിയ വലിയ താരങ്ങളല്ലെങ്കിലും അവരൊക്കെ
നല്ല കഴിവുള്ള ടാലൻ്റായിട്ടുള്ള ആൾക്കാരായിരുന്നു. അതാണ് എനിക്ക് കിട്ടിയ വേറൊരു ഫോർമുലയിലെ ഒരു പ്രധാന ഘടകം. എവറിഥിങ് പിന്നെ ഫോർമുലയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റായി വന്നില്ല. അതിൽ ഒരു ഇൻഗ്രീഡിയൻസ് ഈ ആക്ടേഴ്സിൻ്റെ സെലക്ഷനായിരുന്നു. ആ സെലക്ഷൻ വളരെ കൃത്യമായിട്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു സിനിമ ആ ഒരു എക്സാക്ട് മീറ്റിൽ നമുക്ക് പിടിക്കാൻ പറ്റി. അതിൻ്റെ ഏതായാലും ജൂലൈ 11 സിനിമ ഇറങ്ങാണ്. ആഗ്രഹിച്ച പോലെ തന്നെ വലിയ വിജയമാവട്ടെ തന്നെ ആശംസിക്കുന്നു. ആൻഡ് എല്ലാവരും, എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണമെന്നുള്ളതാണ്. കണ്ടവരെല്ലാം പറഞ്ഞത് തിയേറ്റർ വളരെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്നാണ്. സോ എല്ലാവിധ ആശംസകളും ചേട്ടാ. സിനിമ വലിയൊരു വിജയമാവട്ടെ. ആൻഡ് ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ആക്ടർ, എല്ലാ രീതിയിലും വലിയ വലിയ വിജയങ്ങൾ തന്നെ ഉണ്ടാവട്ടെ എല്ലാ ഹോൾ ടീമിന്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ കേരളത്തിലെ എല്ലാ എൻ്റെ ബന്ധുമിത്രാദികളും കേരളത്തിലെ എല്ലാവരെയും ഞാൻ എൻ്റെ തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ്. ജൂലൈ 11 എല്ലാവരും വരണം, സിനിമ കാണണം, വിജയിപ്പിക്കണം. ഈ സിനിമയുടെ വിജയം 100 പേരുടെ അല്ല 1000 പേരുടെ വിജയമാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സോ മച്ച്.